തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര സ്കൂളിൻ്റെ ഒരു ഭാഗം ഇന്നലെയാണ് ഇടിഞ്ഞു വീണത്. പൈതൃക സംരക്ഷണിച്ചിരുന്ന ഒരു ഭാഗമാണ്, പൈതൃക കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ഇതിനെ ചൊല്ലി വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദവുമുണ്ട്. അല്പസമയം മുമ്പ് അവിടെ ബാലാവകാശ കമ്മീഷൻ്റെ സന്ദർശനം ഉണ്ടായിട്ടുണ്ട്. കാരണം കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം സംഭവിക്കേണ്ടിയിരുന്നതാണ്. ഭാഗ്യത്തിനാണ് ഇന്നലെ ഒരു വലിയ അപകടം അവിടെ നിന്നും ഒഴിഞ്ഞു മാറിയത്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദവും ഒട്ടും ചെറുതല്ല എന്നതാണ്. പരസ്പരം പോരടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഡാൻ കുര്യനുണ്ട് അവിടെ. ഡാന്, ബാലാവകാശ കമ്മീഷൻ അവിടെ എത്തി മടങ്ങിയോ? ബാലാവകാശ കമ്മീഷന്റെ പരിശോധന ഈ സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കെ വി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം നേരിൽ കണ്ടു. അതിനുശേഷം കെട്ടിടത്തിനോട് ചേർന്നുള്ള മരങ്ങൾ, അതോടൊപ്പം മറ്റ് കെട്ടിട ഭാഗങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ തേടുന്നത് അനിവാര്യമെന്ന് തോന്നുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇതിനൊരു ഫിറ്റ്നസ് ലഭിച്ചിരുന്നു, അതിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ രേഖകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഫിറ്റ്നസ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും ഈ കാര്യത്തിൽ നഗരസഭയുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. കാരണം ഫിറ്റ്നസ് കൊടുക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ച മീറ്റിങ്ങുകളിൽ കൃത്യമായിട്ട് എല്ലാ മേഖലയിലും പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രതിനിധി ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ പരിശോധിച്ചപ്പോൾ കോമ്പൗണ്ടിനകത്ത് കിടക്കുന്ന കെട്ടിടങ്ങൾ വേർതിരിച്ച് പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ, മുഴുവനായിട്ടും പരിശോധിക്കണമല്ലോ. അങ്ങനെ പരിശോധിച്ചിട്ടില്ല എന്ന് വ്യക്തമല്ലേ ഇത്? ഇതിൽ നഗരസഭാ മേയർ പറയുന്നത് ഏതാണ്ട് 3 കോടി രൂപ ചെലവിൽ 2025 7-ാം മാസത്തിലടക്കം അറ്റകുറ്റപ്പണികൾ നടത്തിയൊരു കെട്ടിടമാണ്. അവിടെ കഴുക്കോല് പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചത് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി എന്നാണ്. അതാണ് അവരുടെ വിമർശനം. ആർക്കായാലും ഉത്തരവാദിത്വം അങ്ങനെ ഒരാൾ ഒഴിഞ്ഞു മാറേണ്ടതല്ലല്ലോ. ആർക്കൊക്കെ എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. കമ്മീഷൻ അത് പരിശോധിക്കും. എന്തായാലും തുടർ നടപടി എന്തായിരിക്കും? തുടർ നടപടികൾ ഈ വകുപ്പുകളിൽ നിന്നെല്ലാം തന്നെ, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും ഒക്കെ തന്നെ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം ഏതൊക്കെ നടപടികളാണ് വീഴ്ച വന്നിട്ടുള്ളത് എന്ന് ഞങ്ങൾ പരിശോധിക്കും. അത്തരത്തിലാണ് ബാലാവകാശ കമ്മീഷന്റെ പ്രതികരണം. അതായത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം വീഴ്ച വരുത്തിയത് നഗരസഭയാണോ അതോ മറ്റേതെങ്കിലും സംവിധാനങ്ങളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ അംഗങ്ങൾ അധ്യക്ഷനൊപ്പം ഇവിടേക്ക് എത്തി ഇവിടെ ഈ പരിശോധന നടത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദമായി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. നഗരസഭയ്ക്കാണ് ഉത്തരവാദിത്വം എന്ന നിലപാടിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPM നേതൃത്വമൊക്കെ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം എന്ത് തരത്തിലുള്ള അറ്റകുറ്റപ്പണിയാണ് കോടികൾ മുടക്കി ഈ പൊളിച്ചു നീക്കാൻ നേരത്തെ നീക്കം നടത്തിയ കെട്ടിടത്തിൽ നടത്തിയത്, അത് ആ പണം എവിടെ പോയി എന്ന തരത്തിലുള്ള ആക്ഷേപം മേയർ VV രാജേഷും ഉന്നയിക്കുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ വിവാദത്തിന് കൂടിയാണ് അട്ടക്കുളങ്ങര സ്കൂളിലെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറും. ആ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറിയതിനു ശേഷമായിരിക്കും സർക്കാർ തലത്തിൽ എന്ത് തുടർ നടപടികളാകും സ്വീകരിക്കുക എന്ന കാര്യത്തിലൊരു വ്യക്തതയുണ്ടാകുക. യെസ്, എന്തായാലും ഡാൻ, ആ റിപ്പോർട്ട് വരട്ടെ. അതിനു മുമ്പ് ഇതിനെ ചൊല്ലി ഉണ്ടാകുന്ന രാഷ്ട്രീയ വിവാദം ചെറുതല്ല. അതായത് 3 കോടി മുടക്കി 2020 ശേഷം പുനർനിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ആ കെട്ടിടമാണ് തകർന്നു വീണത്. അപ്പോൾ 3 കോടി ചിലവഴിച്ച ആ പണം എവിടെ പോയി എന്ന ചോദ്യമാണ്. ഇറങ്ങിപ്പോകുമ്പോൾ കെട്ടിടത്തിൻ്റെ കഴുക്കോല് പോലും ഊരിക്കൊണ്ടുപോയി എന്ന കടുത്ത ആരോപണമാണ് തിരുവനന്തപുരത്ത് മേയർ VV രാജേഷ് ഉന്നയിക്കുന്നത്. കാരണം മേയറെ, കോർപ്പറേഷനെ കുറ്റപ്പെടുത്തുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെയും CPMൻ്റെയും നിലപാടിനെതിരെ കൂടിയാണ് മേയർ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. VV രാജേഷിൻ്റെ വാക്കുകൾക്ക് അദ്ദേഹം പഠിപ്പിച്ച് തന്നെയാണ് ഈ അവസ്ഥയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ആക്കി വച്ചിരിക്കുന്നത്. അദ്ദേഹം അന്വേഷണത്തിന് വിധേയനാകണം. കാരണം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ, അതായത് 2025 7-ാം മാസമാണ് അതിൻ്റെ ഇന്നലെ പൊളിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ അവസാന ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. അതിൽ ഉദ്ഘാടനം V ശിവൻകുട്ടി എന്നും അധ്യക്ഷൻ ആന്റണി രാജു MLA എന്നും ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ കെട്ടിടം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ സാധിക്കാത്ത കെട്ടിടമാണ്. അത്രത്തോളം പഴക്കം ചെന്ന് പൊളിച്ചു മാറ്റേണ്ട കെട്ടിടമാണ്. സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ഓഫീസ് പോലും അവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയിട്ടിരുന്ന കെട്ടിടത്തിൽ എന്തിനാണ് 1.5 കോടിയോളം രൂപ ചിലവാക്കി അതിനെ പുതുക്കി പണിതതെന്ന് ശിവൻകുട്ടി പറയണം. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അത് പുതുക്കി പണിതത്.
പൊളിക്കാനിട്ടിരുന്ന കെട്ടിടത്തിൽ ഓടിനും പെയിൻ്റ് അടിച്ച് അവിടുത്തെ കുറച്ച് ചുവരിനും പെയിൻ്റ് അടിച്ചിട്ട് കോടിക്കണക്കിന് രൂപയാണ് വക മാറ്റിയിരിക്കുന്നത്. ആ കെട്ടിടമാണ് ഇന്നലെ പൊളിഞ്ഞു വീണത്. അവിടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നില്ല, കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുന്നില്ല, മറ്റൊരു ഓഫീസും പ്രവർത്തിക്കുന്നില്ല. സമഗ്ര ശിക്ഷ കേരളം എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസിന് പ്രവർത്തിക്കുവാൻ ശ്രീ ശിവൻകുട്ടിയാണ് അനുവാദം കൊടുത്തിട്ടുള്ളത്. ആ കെട്ടിടമാണ് ഇന്നലെ പൊളിഞ്ഞു വീണത്. അതോടൊപ്പം തന്നെ 2020 ഇതുപോലെ ഏകദേശം 1,30,00,000 രൂപയ്ക്ക് അകത്ത്, എനിക്ക് രേഖകൾ പരിശോധിച്ചിട്ട് കൃത്യമായ എമൗണ്ട് പറയാൻ സാധിക്കുള്ളൂ, ഇന്ന് ഫയൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ചിലവഴിച്ച് ഇതേ കെട്ടിടം തന്നെ അതിലും പണി ചെയ്തിട്ടുണ്ട്. അല്ല, അദ്ദേഹം പറയുന്നത് 15 ലക്ഷം രൂപ മാത്രമേ ഇന്നലെ ഈ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ. പിന്നെ കണക്ക് വരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അല്ല, അദ്ദേഹത്തിനെ അറിയാവുള്ള കണക്കുകളൊക്കെ ആരാണ് ചിലവഴിച്ചത്, എന്ത് ചിലവഴിച്ചത്, അവിടുത്തെ കഴുക്കോല് വരെ ഊരിക്കൊണ്ടുപോയെന്നാണ്. ഞാൻ പേര് പറയുന്നില്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞത് സൂക്ഷിച്ച് അതിനകത്ത് കയറണം, അതിനകത്ത് കഴുക്കോല് പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഒരു സാധനം എടുത്ത് മാറ്റരുത്, മാധ്യമങ്ങൾ അവിടെ കവർ ചെയ്യണം. ഞങ്ങളിന്ന് രാവിലെ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അവിടെ നിന്ന് പല സാധനങ്ങളും എടുത്ത് മാറ്റിയാണ്. ഈ പൊളിഞ്ഞു വീഴുന്നതിൽ ആ ഉത്തരം താങ്ങിയെടുത്തോളം കഴുക്കോലും ഒന്നും അതിലില്ല. ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ പുതുക്കി പണിയുമ്പോൾ, അതായത് പുരാവസ്തുവായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട കെട്ടിടങ്ങൾ അതിനെ നിലനിർത്തണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതുക്കി പണിയുമ്പോഴേക്കും സാധാരണ ചെയ്തു വരുന്നത് ഓട് ഒക്കെ ഈ സ്റ്റീൽ വെൽഡ് ചെയ്തതിന് ശേഷമാണ് ആ കെട്ടിടങ്ങൾ. കാരണം ഈ സ്ട്രക്ചർ നിലനിർത്തണം. അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ വെൽഡ് ചെയ്തതിന് ശേഷം, ഉത്തരത്തിനും കഴുക്കോലിനൊക്കെ പകരം സ്റ്റീൽ വെൽഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് ഓടിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റീലും പൈപ്പും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പഴയ കമ്പുകൾ തന്നെ, പഴയ കഴുക്കോലും ഉത്തരവൊക്കെ തന്നെ, അല്ല പഴയ കഴുക്കോലൊക്കെ തന്നെ വച്ചിട്ട് അതിന് പെയിൻറ്റ് ചെയ്ത്, ഓടിലും പെയിൻറ്റ് ചെയ്തിട്ടാണ്, ചുവരും പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ കോടികൾ എഴുതി മാറ്റിയിരിക്കുന്നത്. ശക്തമായ അന്വേഷണം നടക്കണം. ശിവൻകുട്ടി ഇന്നലെ രാത്രി തന്നെ ചാടി ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ഉത്തരവാദിത്വം വീഴ്ച വന്നതെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ വലിയൊരു അഴിമതിയും വലിയൊരു കെടുകാര്യസ്ഥത നടന്നിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞാൽ മതിയാവുകയാണ്. എന്നാൽ തിരിച്ചുവിടുകയാണ് ഈ ആരോപണം വി ശിവൻകുട്ടി, മുൻ വിദ്യാഭ്യാസ മന്ത്രി. കാരണം ഫിറ്റ്നസ് നൽകിയത് കോർപ്പറേഷനാണ്. അപ്പോൾ കോർപ്പറേഷൻ എന്തുകൊണ്ട് പരിശോധന നടത്തിയില്ല? കോടികളൊന്നുമല്ല, 15 ലക്ഷം മാത്രമാണ് അവിടെ ചെലവഴിച്ചതെന്നാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി ഇക്കാര്യത്തിൽ. അട്ടക്കുളങ്ങര ഗവൺമെൻറ് സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി എന്നോടൊപ്പം ചേരുന്നു. ഇതിലൊരു രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി വരികയാണ്. എന്താണ് അങ്ങയുടെ മറുപടി? എനിക്കവിടെ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമേ എനിക്ക് അറിയാറുള്ളൂ. ഇത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നഗരസഭയ്ക്കാണ്. ഇത് എനിക്കറിയാവുന്ന ഒരു കാര്യം, ഇത് നേരത്തെ കൈറ്റിൻ്റെ ഒരു ഓഫീസ് ഈ പറഞ്ഞ ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ കൈറ്റിൻ്റെ ഓഫീസ് മാറിയ ശേഷമാണ് SSKയുടെ ജില്ലാ ഓഫീസ് അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ ഈ സ്കൂള് അടച്ചുപൂട്ടുന്നതിന് വേണ്ടി മുമ്പ് തീരുമാനിച്ചിട്ടുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ അവിടെ ജനകീയ പ്രക്ഷോഭം വന്ന ശേഷം അടച്ചുപൂട്ടലിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഇപ്പോൾ വേണ്ട ഒരു 70-ഓളം വരുന്ന കുട്ടികൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത്. 2 ഏക്കറോളം വരുന്ന ഭൂമി അവിടെ ഉണ്ട്. അവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ ഒരു ഓഫീസും കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് തന്നെ. അപ്പോൾ ഇതിന് മുൻപ് മറ്റൊരു മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു സംസ്ഥാന സ്ഥാപനമാണ് അത് മെയിൻ്റനൻസ് നടത്തിയത്. റൂഫിൻ്റെ അത് 15 ലക്ഷം രൂപ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അവിടെ അത് കാറ്റത്ത് അതിൻ്റെ റൂഫ് പൊളിഞ്ഞ് വീണ് അപകടമൊന്നും ഉണ്ടായില്ല. സാധാരണഗതിയിൽ ഈ മെയിൻ്റനൻസ് ചെയ്തതിന് ശേഷം കൊടുക്കേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് കുട്ടികളിൽ നിന്ന് പഠിക്കുന്ന സ്കൂളിൽ മാത്രമല്ല, സമീപ പ്രദേശത്ത് അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ കാര്യവും പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പഴയ കെട്ടിടം വേറെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഇൻ്റർ ടൈമിന് അവിടെ ചെന്നിരിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ പാടില്ല. മരങ്ങളാണിപ്പോൾ അവിടെ വലിയ പടുകൂറ്റ മരങ്ങൾ നിൽക്കുകയാണ്. 10-50 വർഷക്കാലം പഴക്കമുള്ള മരങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അത് അപകട സ്ഥിതിയാണെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി പാടില്ല. മതിൽ പൊളിച്ചു വീഴാൻ സാധ്യതയുണ്ട്, അത് കൊടുക്കാൻ പാടില്ല. പക്ഷെ എന്തായാലും കുട്ടികളിരുന്ന് കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് വളരെ ദൂരെയാണ് ഈ ജില്ലാ SSKയുടെ ഓഫീസ് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തുന്നത് ആവശ്യമാണ്. ഒരു കാര്യം, ഈ BJP നേതാക്കൾ, പ്രത്യേകിച്ച് മേയർ ഇന്നലെ അവിടെ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിച്ചത് 3 കോടി രൂപയുടെ ചെലവിൽ നിർമ്മാണം നടത്തിയ ഒരു കെട്ടിടം കാലപ്പഴക്കം ചെല്ലുന്നതിന് മുമ്പ് എങ്ങനെയാണ് തകർന്നു വീണത്, അതിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെയാണ്. അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് അയാൾക്ക് മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു വിജ്ഞാനവും ഒരു വിവരവും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്നില്ല. എൻ്റെ അറിവിൽ 15 ലക്ഷം രൂപയുടെ
ഒരു മെയിൻ്റനൻസ് വർക്ക് അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ബാക്കി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിവരത്തിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അത്ര ഗുണമായിട്ട് ആണ് തോന്നുന്നില്ല. രണ്ടാമത്തെ ഉത്തരവാദിത്തം കോർപ്പറേഷൻകാർ ഈ കാര്യത്തിൽ എന്ത് ചെയ്തു? മെയിൻ്റനൻസ് നടത്തിയ ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലയോ? അതല്ലാതെ വേറൊരു ഉത്തരവാദിത്വമാണ് കോർപ്പറേഷൻ ഉള്ളതെന്ന് വെച്ചാൽ തകരാറായിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനല്ല, കോർപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലും വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ വീഴ്ച മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുമെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ.